السلام عليكم ورحمة الله تعالى وبركاته. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن وصلوات الله وسلامه على خير من أدخل الدين وعلى آله وصحبه أجمعين أما بعد. എൻ്റെ ബഹുമാന ആദരവുകളിൽ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, മുത്താലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനം കൊണ്ടാഘോഷിക്കുന്ന ഈ വേദിയിൽ ഭക്തി നമ്മുടെ ശക്തി എന്ന ശ്രദ്ധേയമായ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾക്ക് സ്വീകാര്യതയേറുന്നത് ഹൃദയത്തിൽ തട്ടുമ്പോഴാണ്. ഹൃദയത്തിലൂടെ തഖ്വയിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്നവനാണ് നാളെ ജീവിതത്തിൽ ഉദാത്തമായ വിജയം സാധ്യമാകുന്നത്. ഹബീബായ തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷോപലക്ഷം സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഊസികും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിലേക്ക് തഖ്വയോടെ മടങ്ങുന്നവരാകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവസാനമായി സാരോപദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനം നടത്തുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സ്വീകരിക്കുന്നത് തഖ്വയുള്ള ഖൽബിൽ നിന്നാണ്. തഖ്വയുടെ പ്രവർത്തനങ്ങളാണ്, അവരുടെ ആരാധനയാണ് അല്ലാഹു സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അഫ്ഖഹുദ്ദീൻ എന്ന് പരിചയപ്പെടുത്തിയ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിലേക്ക് വളരെയധികം സന്തോഷമില്ലാതെ സങ്കടത്തോട് കൂടി കരഞ്ഞ കണ്ണുമായി കണ്ണുനീർ തുള്ളികൾ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കേണുത്താന്ന് മടങ്ങുന്നവനുണ്ടല്ലോ, അവന്റെ കണ്ണുനീർ തുള്ളികൾക്ക് സ്വർഗത്തിൽ ഹുദുമലയോളം മഹ്ശറാ ലോകത്ത് ഹുദുമലയോളം മീസാനിൽ ഭാരം തൂങ്ങുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ തുള്ളികളെല്ലാം സ്വർഗത്തിൽ നദിയായി ഒഴുകുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിന്റെ മാത്രം നാം മനസ്സിലാക്കണം. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അഫ്ഖഹുദ്ദീൻ എന്ന് പരിചയപ്പെടുത്തിയ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ കൊള്ളക്കാരനായിരുന്നു. ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന വയ്യാതർക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനം മാറ്റിയെടുത്ത പരിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ പോകുമ്പോഴല്ലേ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ألم يعن للذين آمنوا أن تنشع قلوبهم لذكر الله. അല്ലാഹുവിനെ പേടിക്കുമ്പോൾ സമയമായിട്ടില്ലെന്ന് ചോദിക്കുമ്പോഴാണ് അതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം ആത്മാർത്ഥമായി സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് പറയുന്നത് തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, ഭയഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് 3 പ്രാവശ്യം ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ കവി പാടി വെക്കുന്നത്, ഇദൽ മറുയൽ لم يلبس ثيابا من التقى تقلب عريانا ولو كان قاسيا. മനുഷ്യർ എത്ര കണ്ട നന്മ ചെയ്താലും എത്ര കണ്ട ആരാധനകളിൽ മുഴുകിയാലും അതെല്ലാം ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ വസ്ത്രമില്ലാത്തവനെ പോലെയാണ്, വസ്ത്രമുടുത്താലും നഗ്നവനെ പോലെയാണ്. നാം ഈ സമകാലിക ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ലോകമാന്യതയ്ക്ക് വേണ്ടിയാണ് ആളുകൾ തഖ്വ സംഭാവനകൾ ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും. നാം അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ചെയ്യുക. ഇത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. വാഹിദവാനെ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.